Yalla habibi, so good morning, good afternoon, good evening, ladies and gentlemen. Welcome to my channel, guys. So എന്തൊക്കെയുണ്ട് സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ARM അജയന്റെ രണ്ടാം മോഷണം, starring Tovino Thomas and many more. And the movie is directed by ജിതിൻ ലാൽ. എന്താണ് അവസ്ഥ? നിങ്ങൾ ട്രെയിലർ കണ്ടായിരുന്നോ? എന്തൊക്കെയാണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ? കമൻറ്റ് ബോക്സിൽ പറയൂ, കാണട്ടെ. നമുക്ക് ഏതായാലും ഒരുമിച്ചിരുന്ന് ഒന്ന് ട്രെയിലർ കാണാം അല്ലേ? Come on everybody. ആകാശത്തു നിന്നും പൊട്ടി വീണൊരു നക്ഷത്രക്കല്ല്, കാറ്റിനെക്കാളും വേഗത്തിൽ, മിന്നലിനേക്കാളും പ്രകാശത്തിൽ നമ്മളെ ഈ ഹരിപുരത്ത് വന്നു വീണു. വടക്ക് ഹരിപുരം ഭാഗത്ത് ഒരു കളരിക്കാരനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നമ്മളെ തറവാട്ടിലെ കാരണവരെ കുറിച്ചാണ് ആ പറഞ്ഞത്. നാടായ നാട് പറ്റും കട്ടുമുടിച്ച് നടക്കുന്നവരെ കൂടെ തലയുറപ്പിച്ച് നടക്കാൻ പറ്റാണ്ടായി. നാല് ഭാഗത്തും നോക്കി നിന്നോളണം. ഓൻ ഏലിയും വരും, കൊള്ളിട്ടായാലും മടിയില്ല. ഇങ്ങോട്ട് നിൽക്കണം, വണ്ടി മണിയെടുക്കും. ടോവിനോന്റെ അടുത്തിലെത്തി. ഹലോ, ഒറ്റൊരിക്കൽ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് സ്വർണത്തിനേക്കാളും മൂല്യണ്ടായിന് നിന്നെ പോലെ. എന്റെ ആകാശവും മണ്ണെല്ലാം നീയാ. ശ്വസിക്കുന്ന വായുവിൽ ഒരാളെ പിടികിട്ടൂല. ഇന്ന് കളവിന്റെ രാത്രിയാ. കള്ളന് വിചാരിക്കാത്ത നേട്ടാ ഫലം. മറ്റന്നാൾ നട തുറക്കുമ്പോ അച്ചാച്ചനെ പോലെ ഞാനും കളറാ. രാജാവിന്റെ പലകയില് ബുദ്ധിയില്ലാതെ കുറെ ചാവേരകളുണ്ടാവും. ഞാൻ കളിക്കുന്ന ഈ കളിയില് ഒരു ചാവേറാണ് നീ. രാത്രി ഒളിച്ചും പാത്തും വീട്ടിൽ കയറുന്നത് നിന്റെ ചോരന്റെ കൊണ കൊണ്ടാണ്. മോനെ, ഒരു നാടിനെ ജയിച്ച കള്ളനാ നിന്റെ അച്ചാച്ചൻ. എല്ലാവരും അന്വേഷിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ അജയൻ പോയിട്ടുള്ളൂ. മണിയനെ പോലെ ഒരാൾക്ക് മാത്രം എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഇനി ഉണ്ടാവില്ലേ ഈ ചെയ്തൊതുക്കാവില്ല. നന്നായി പണിയെടുത്തിട്ടുണ്ട് കേട്ടാ, അഭിനയിച്ചവരും പുറകിലുള്ളവരും. പൊളിച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അടിപൊളി. ഇഷ്ടായി ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കൊള്ളാം, പൊളിച്ച്. വിഷ്വലൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത് പറയേണ്ട ആവശ്യമില്ല. ഒന്നാമത് വലിയ സ്കെയിലൊക്കെ വരുന്നൊരു പടമാണ്, 3D വരുന്നൊരു പടമാണ്. ഓഫ് കോഴ്സ് എല്ലാ രീതിയിലും പെർഫെക്റ്റ് ആയിരിക്കണമല്ലോ. അപ്പോൾ അതെന്തായാലും അത്ഭുതമായിട്ട് പറയുന്നില്ല. അതിൽ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വിഷ്വലി ആണെന്നുണ്ടെങ്കിലും സൂപ്പറായിട്ടുണ്ട് പരിപാടികളൊക്കെ. പിന്നെ അത് മാത്രമല്ല, നന്നായി പണിയെടുത്തിട്ടുണ്ട് കേട്ടോ, നന്നായി പണിയെടുത്തിട്ടുണ്ട് പുറകിലുള്ള ആളുകളും. പിന്നെ ടോവിനോൻ്റെ ക്യാരക്ടേഴ്സ്, അതിൽ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോവിനോൻ്റെ വോയിസ് മോഡുലേഷൻ, ആ ക്യാരക്ടേഴ്സിൻ്റെ പലതരത്തിലുള്ള മോഡുലേഷൻസ്, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ കൂടുതലും അഭിനയ പ്രാധാന്യമുള്ളൊരു പരിപാടികളൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്. ഇത് കണ്ടോർത്തോളം എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പലതരത്തിലുള്ള കഥാപാത്രങ്ങൾ, പലതരത്തിലുള്ള അഭിനയ രീതികളൊക്കെ ആയിരിക്കും ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അല്ലെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ, അടിപൊളിയാവട്ടെ. എന്തായാലും ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് ബെസ്റ്റായിട്ടുണ്ട്. എന്തായാലും ഗംഭീരമാവട്ടെ പടം. എന്തായാലും 3Dയിലൊക്കെ ഇറങ്ങുന്നൊരു സാധനമാണല്ലോ. എന്തായാലും കിടിലൻ എക്സ്പീരിയൻസ് ആവട്ടെ, അങ്ങനെ ആവണം. ഭയങ്കര പ്രതീക്ഷയുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയാണ് പ്രതീക്ഷിക്കാതെ ഇരിക്കുക? ഇതിപ്പോൾ വലിയ രീതിയിൽ വരുന്നൊരു പടമായതുകൊണ്ട് മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഈ ട്രെയിലർ കണ്ടോർത്തോളം എനിക്ക് അത്രയും പേഴ്സണലി പ്രോമിസിങ് ആയിട്ട് തോന്നി എല്ലാ രീതിയിലും. ഇതൊക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. ഞാനിരുന്ന് ആലോചിക്കുകയാണ്, ഇതൊക്കെ ഹിറ്റായി പോവുകയാണെങ്കിൽ, ലൈക്ക് പോസിറ്റീവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ. ഞാൻ സൂര്യയുടെ കങ്കുവയുടെ കേസിലും സെയിം കാര്യമാണ്
പറഞ്ഞത്. ലൈക്ക് അങ്കുവയൊക്കെ പോസിറ്റീവ് വരുവാണെന്നുണ്ടെങ്കിൽ ആ പടവും അല്ലെങ്കിൽ സൂര്യ എന്ന് പറയുന്ന ആക്ടറൊക്കെ ഏത് റേഞ്ചിലേക്ക് എത്തും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കാരണം കങ്കുവയൊക്കെ അമ്മാതിരി ബഡ്ജറ്റിലും അല്ലെങ്കിൽ അജാതി ലെവലിലാണ് അതിൻ്റെ മേക്കിംഗ് ഒക്കെ വന്നിരിക്കുന്നത് അല്ലേ. അതിൻ്റെ ട്രെയിലറൊക്കെ നമ്മൾ കണ്ടതല്ലേ. സോ അതുപോലെയുള്ളൊരു ഹൈ ബഡ്ജറ്റ് പടം, അമ്മാതിരി പലതരത്തിലുള്ള ക്യാരക്ടേഴ്സൊക്കെ ഉള്ള പടങ്ങളൊക്കെ പോസിറ്റീവ് വരുവാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഹോൾ എല്ലാ രീതിയിലും സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ മലയാളം മീൻസ് തമിഴ് മലയാളം അങ്ങനെയല്ല, ഹോൾ ആയിട്ട് ഇൻഡസ്ട്രിയിൽ തന്നെ വേറെ ലെവലിൽ പോകാൻ വേണ്ടി പോകുന്ന സിനിമയായിരിക്കും കങ്കുവയൊക്കെ പോസിറ്റീവ് വന്നാൽ. അതേപോലെ തന്നെയാണ് ഈ എയറമിൻ്റെ കാര്യത്തിൽ ഞാൻ പറയുന്നത്. ടൊവിനോ തോമസ്, അത് പുള്ളിയെക്കുറിച്ച് പറയണം. ഈ പടം പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ എല്ലാ രീതിയിലും ടെക്നിക്കലി ഓൾസോ നല്ല അപ്രിസിയേഷൻസ് കിട്ടാൻ സാധ്യതയുണ്ട് പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ പടം കയറി കൊളുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആസ് ആൻ ആക്ടർ ടൊവിനോ ചീറും, സിനിമയും ചീറിപ്പോവും. ആസ് ആൻ ആക്ടർ പുള്ളി വേറെ ലെവലിലേക്ക് പോവും. എല്ലാ ആളുകളും പറയുന്നൊരു നടനിലേക്കൊക്കെ ആക്ച്വലി എത്തും പുള്ളി. അപ്പം അങ്ങനെയൊക്കെ തന്നെ ആവട്ടെ. ഞാനിതൊക്കെ വളരെ എന്താ പറയുക, ഇപ്പം തോന്നുന്ന പരിപാടികളാട്ടോ എടുത്തെടുത്ത് പറയുന്നത്. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ എക്സൈറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ എനിക്ക് ട്രെയിലർ കണ്ടിട്ട് പറയാൻ തോന്നുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ തോന്നുന്ന പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ പൊട്ടത്തരങ്ങൾ ആക്ച്വലി ഉണ്ടാവുമായിരിക്കും, ക്ഷമിക്കുക. തോന്നുന്ന കാര്യം പറഞ്ഞു പോകുന്നതാണ്. ഏതായാലും ഗംഭീരമാവട്ടെ. ടോവിനോനെ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുമ്പൊരു വീഡിയോൻ്റെ അത് പറഞ്ഞിട്ടുണ്ട്. മൂപ്പര് ഒരു ഫുൾ പാക്കേജാണ്, ഒരു എൻ്റർടൈനറുമാണ്. മൂപ്പരുടേതായ ഒരു ശൈലിയൊക്കെ ഉണ്ട്. ഇപ്പോൾ തമാശ അവതരിപ്പിക്കുന്ന സമയത്താണെങ്കിലും അതല്ലാതെ മൂപ്പരുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ നല്ല രസമാണ്. ലൈക്ക് ഒരു നമുക്കൊരു ഫ്രണ്ട്ലി അപ്രോച്ച് മൂപ്പരോട് തോന്നുക എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. ലൈക്ക് അങ്ങനെ ഒരു ഫിഗറായിട്ടാണ് ടോവിനോനൊക്കെ എനിക്ക് തോന്നിയിരിക്കുന്നത്. പലതരത്തിലുള്ള സിനിമകൾ തിരഞ്ഞെടുക്കാൻ പുള്ളി താല്പര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പലതരത്തിലുള്ള കഥാപാത്രങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് തിരഞ്ഞെടുക്കാനുള്ള താല്പര്യം പുള്ളി കാണിക്കുന്നുണ്ട്. അത് മൂപ്പരുടെ ഫിൽമോഗ്രഫി എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. എല്ലാവരും മൂപ്പർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. മൂപ്പര് തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലാണെങ്കിലും ആ ഒരു സീരിയസ്നെസ് നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഒരു അന്വേഷണ സിനിമ മൂപ്പരുടെ വന്നല്ലോ, അതിലുള്ള മൂപ്പരുടെ കഥാപാത്രമാണെങ്കിലും ആ ഒരു സിനിമ മൂപ്പര് തിരഞ്ഞെടുത്തു. പിന്നെ വേറൊരു പടം വന്നു, എനിക്ക് ആ പടത്തിൻ്റെ പേര് ഓർമ്മയില്ല. അത് തിയേറ്ററിലൊന്നും വർക്കാവാത്തൊരു പടമാണ്. അത് OTT-ലും എത്രത്തോളം വർക്കായി എന്നുള്ളത് എനിക്ക് അറിയില്ല. അത് അഭിനയ പ്രാധാന്യമുള്ളൊരു സിനിമയായിരുന്നു. പക്ഷെ അത് മൂപ്പര് അതിൻ്റെ ഒരു ബിസിനസ് ചിന്തിക്കാതെ ആ പടം മൂപ്പര് ചെയ്തു. മൂപ്പര് ആ ഒരു പടം മൂപ്പര് ചെയ്തു. അത് ചെയ്യേണ്ട കാര്യമില്ല. മൂപ്പർക്ക് ചിന്തിക്കുകയാണെങ്കിൽ വേറെ പടങ്ങളുണ്ടല്ലോ എന്നുള്ള രീതിയിൽ മൂപ്പർക്ക് ചിന്തിക്കാം. ബട്ട് മൂപ്പര് ആ ഒരു സാധനം ചെയ്തു. അയ്യോ, ആ പടത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ലടോ. അതായത് ഒരു സ്ലോ പേസിൽ പോകുന്നൊരു സിനിമയുണ്ടല്ലോ, അന്വേഷണ സിനിമയല്ല കേട്ടോ ഞാൻ പറയുന്നത്. അത് കിടിലം പട, തിയേറ്ററിൽ ഇറങ്ങിയത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പടമാണ്. ആ കഥാപാത്രം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പരിപാടിയാണ്. ഇത് വേറൊരു പടം. ഇത് എന്താണ്, ഒരു അവാർഡ് പോലെ ഒരു കൈൻഡ് ഓഫ് സാധനം ഉണ്ടല്ലോ, അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. മൂപ്പർക്ക് അത് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷെ മൂപ്പരത് ആസ് എൻ ആക്ടർ അത്രയും പാഷനേറ്റ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ മൂപ്പര് തിരഞ്ഞെടുത്തൊരു സിനിമയാണത്. സോ അതൊക്കെ ഒരു നടനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, എത്രത്തോളം പുള്ളി സിൻസിയർ ആണ് ഒരു സിനിമയോട് എന്ന്. അത് കണ്ടമാനം ധ്യാനെ പോലെ സിനിമകൾ സെലക്ട് ചെയ്ത് ചെയ്യുന്ന സമയത്ത് അതുപോലെ അല്ല കേട്ടോ ഞാൻ പറയുന്നത്. ധ്യാനെ പോലെയല്ല. ധ്യാനും ഇപ്പോൾ നോക്കുമ്പോൾ എന്താ കുറേ പടങ്ങൾ മൂപ്പരിരുന്ന് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് വെച്ചിട്ടല്ല പറയുന്നത്. ഇപ്പോൾ ടോവിനോൻ്റെ കേസ് പറയുകയാണെങ്കിൽ മൂപ്പര് തിരഞ്ഞെടുക്കുന്ന സിനിമയുടെ ഒരു മൂഡുണ്ടല്ലോ, അതേപോലെ തന്നെ തിരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള പരിപാടികൾ മൂപ്പര് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ആത്മാർത്ഥ ശ്രമം ഒരു നടത്തി കഴിഞ്ഞാൽ പ്രേക്ഷകനായ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും അയാൾ എത്രത്തോളം കമ്മിറ്റ്മെൻറ്റ് കാണിക്കുന്നുണ്ട് ഒരു സിനിമയോട് എന്നുള്ളൊരു സംഭവം. ഒരു സിൻസിയാരിറ്റി. ചില ഡയറക്ടേഴ്സിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ പറയാറുണ്ട്. മറ്റേ ലിജോ ജോസ് പെല്ലിശ്ശേരി, അയാളുടെ ലാസ്റ്റ് സിനിമ വർക്കായോ ഇല്ല എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ അയാളൊക്കെ സിൻസിയറായിട്ട് സിനിമയെ സമീപിക്കുന്ന ഒരാളാണ്. ലിജോ ജോസ് പെല്ലിശ്ശേരി ആയിക്കോട്ടെ, ജിത്തു ജോസഫ് ആയിക്കോട്ടെ, ബേസിൽ ആയിക്കോട്ടെ, ഇപ്പോഴത്തെ ആൾക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ബേസിൽ, ഇവരൊക്കെ വളരെ പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക ബാക്കിയുള്ള ആൾക്കാരുടെയൊക്കെ. ഇവരൊക്കെയാണ് ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ഇവരൊക്കെ വളരെ കമ്മിറ്റ്മെൻറ്റോട് കൂടിയിട്ട് ഒരു സിനിമയെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് പ്രേക്ഷകന് എന്തെങ്കിലും നല്ലത് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോട് കൂടിയിട്ട് ആ ഒരു സിൻസിയറിറ്റി നമുക്ക് മനസ്സിലായാൽ മതി. അത് നമുക്ക് കൺവിൻസ് ചെയ്താൽ മതി അവർ നമ്മളെ. അപ്പം തന്നെ നമ്മൾ തിയേറ്ററിലേക്ക് ഓടി ചെല്ലും കാണാൻ വേണ്ടിയിട്ട്. അതാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ആ ഒരു വിശ്വാസമാണ് ആക്ച്വലി ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇപ്പോൾ ധ്യാനിനെയൊക്കെ നമുക്ക് ഇഷ്ടമാണ്, ധ്യാൻ ശ്രീനിവാസനെ നമുക്ക് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. മൂപ്പരുടെ ഇൻ്റർവ്യൂസ് കാണും, മൂപ്പരുടെ ആറ്റിറ്റ്യൂഡ് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ആസ് എൻ ആക്ടർ മൂപ്പര് നല്ല നടനാണ്. അഭിനയിക്കാൻ കഴിവില്ലാത്ത ഒരാളൊന്നുമല്ല, നല്ല കഴിവുള്ള ഒരാളാണ്, നന്നായി അഭിനയിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ
മൂപ്പര് തിരഞ്ഞെടുക്കുന്നത് എന്താ? മൂപ്പര് എന്തിനോ വേണ്ടി സിനിമകൾ ചെയ്യുന്നു, തുരുതുരാന്ന് പറഞ്ഞ് മലപ്പടക്കം പോലെ പടങ്ങൾ ഇറക്കിക്കൊണ്ടേയിരിക്കുന്നു. സോ ആസ് എൻ ആക്ടർ മൂപ്പർക്ക് ഇവരൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തൊരവസ്ഥയുണ്ട്. പുള്ളിയുടെ പടം വരുമ്പോൾ ആൾ തമാശ രൂപത്തിലാണ് പറയുന്നത്, അടുത്ത അതിന് അയാളുടെ പടം ഉണ്ട്, അടുത്ത ഇൻ്റർവ്യൂ വരുന്നത്, അടുത്ത ആഴ്ച അടുത്തൊരു പടം വരുന്നുണ്ട്, അങ്ങനെ രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ധ്യാൻ മാറുമെന്ന് വിശ്വസിക്കുന്നു. നല്ല നടനാണ്, എന്തായാലും നല്ല കഥാപാത്രങ്ങളും നല്ല സിനിമകളൊക്കെ തിരഞ്ഞെടുക്കാൻ മൂപ്പർക്ക് തോന്നട്ടെ. അപ്പോൾ ഞാനിത് ഈ ഒരു സാഹചര്യത്തിൽ പറഞ്ഞു എന്ന് മാത്രം. ടൊവിനോൻ്റെ കേസിൽ ടൊവിനോക്ക് അടിപൊളിയായിട്ട് വരണം. ടൊവിനോ ആത്മാർത്ഥമുള്ളൊരു നടനാണ്, കയറി വരണം, കുറച്ചും കൂടി നന്നായിട്ട് കയറി വരേണ്ട ഒരു നടനാണ്. എന്തായാലും ഉഷാറാവട്ടെ, കിട്ടില്ലം പടമാവട്ടെ. ARM അജയൻ്റെ 2ാം മോഷണം കിട്ടില്ലം പടമാവട്ടെ, അടിപൊളിയാവട്ടെ. അതേപോലെ തന്നെ ഡയറക്ടറും കലക്കിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ട്രെയിലർ കണ്ടോർത്തോളം വളരെ പ്രോമിസിങ് ആണ്, അടിപൊളിയായിട്ട് ട്രെയിലർ വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ട്രെയിലർ ആസ് എ സിനിമ ലവർ. എന്തായാലും വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് 3D കൂടിയിട്ടാണല്ലോ, വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് സിനിമ കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. സോ ലെറ്റ്സ് വെയിറ്റ്. അജ് കി രാത് മസായ റിംഗ റിംഗ റോസസ്. ശരി എന്നാ, എന്തെങ്കിലും പറയാൻ വിട്ടിട്ടുണ്ടോ? അപ്പോൾ അത്രയേ ഉള്ളൂ. ഓൾ ദ ബെസ്റ്റ് ടോബി, ഓൾ ദ ബെസ്റ്റ് ജിതിൻ ലാൽ, ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഈ സിനിമയുടെ പുറകിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ക്രൂവിനോടും ഓൾ ദ ബെസ്റ്റ്. ലവ് യു ഓൾ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്.